ഊഴേക്കോട്ട് ഇളയപ്പൻ ക്ഷേത്രത്തിലെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഈ പഞ്ചായത്തിലെ ഏറ്റവും പഴക്കമേറിയ ഒരു ക്ഷേത്രമാണ് ഊഴേക്കോട്ട് ഇളയപ്പൻ ക്ഷേത്രം. നമ്മുടെ പ്രതിഷ്ഠാവാർഷികവും അടുപ്പിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ എല്ലാം പണി കഴിഞ്ഞതിന് ശേഷം തൊട്ട് ഓരോ വർഷം ചെല്ലും തോറും ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും അപേക്ഷിച്ച് പണ്ടെല്ലാം ഏറ്റവും കൂടുതൽ ചന്ത, കാർഷിക വിഭവങ്ങൾ വിറ്റഴിച്ച് ചന്ത നടത്തിയിരുന്ന ഒരു അമ്പലമായിരുന്നു. ഈ വർഷവും അതിൽ നിന്ന് മെച്ചപ്പെട്ട വിപണിയും എല്ലാം കൂടി നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിവിധങ്ങളായ പരിപാടികൾ, നേരത്തെ എല്ലാം പരിപാടി 10 ദിവസത്തേക്ക് നമ്മൾ പലരെല്ലാം കാണാൻ ചെല്ലുനോക്കിൽ ഇപ്പം ഇങ്ങോട്ട് വന്ന് പലർക്കും പരിപാടിയിൽ നടത്താൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർഷങ്ങളോളം പരിപാടികൾ ബുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ആൾക്കാരുടെ ദൈർഘ്യമേറിക്കൊണ്ടിരിക്കുകയാണ്. നാടിൻ്റെ ദേശീയ ഉത്സവമായി മാറുന്ന തരത്തിലേക്ക് മാറുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ കുതിരയെടുപ്പ്, പണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും ദൈർഘ്യമേറിയ കുതിരയെടുപ്പാണ്, നെടുങ്കുതിരയെടുപ്പാണ് ഊഴേക്കോട്ട് അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും ഒത്തൊരുമയോടെ ഏകോദര സഹോദരങ്ങളെ പോലെ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ദൈർഘ്യമേറിയ ഒരു ഏലയുടെ തലച്ചിറയിൽ നിന്നും ഇപ്പുറത്തെ തലച്ചിറയിലേക്ക് എത്തിച്ചേരുന്നത്, അമ്പലത്തിൻ്റെ അകത്ത് എത്തിച്ചേർന്ന് അമ്പലം വലം വയ്ക്കുന്ന തരത്തിലേക്കാണ് നമ്മുടെ കുതിരയെടുപ്പ്. ഏകോദര സഹോദരങ്ങളെ പോലെ എല്ലാ വർഷവും നമുക്ക് ആ കുതിരയെടുപ്പ് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷവും മെച്ചപ്പെട്ട രീതിയിൽ ആ കുതിരയെടുപ്പ് വിജയിപ്പിക്കാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കഴിയുന്ന തരത്തിലേക്ക് പൊതുജനങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കേരളം അറിയപ്പെടുന്ന നാടകങ്ങളാണ് നമ്മുടെ ഇവിടെ അരങ്ങേറുന്നത്. അതോടൊപ്പം തന്നെ ഡാൻസ്, പിന്നെ വിവിധങ്ങളായ ഡിജിറ്റൽ ലൈറ്റ് ഷോ, അങ്ങനെ വരുന്ന വിവിധങ്ങളായ പരിപാടികളാണ്. 10 ദിവസവും സ്റ്റേജ് നിറഞ്ഞു നിൽക്കുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഉത്സവത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ പൊതുജനങ്ങളെയും ഭക്തജനങ്ങളെയും ഞങ്ങൾ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട ഉത്സവമായി, നമ്മുടെ ദേശീയ ഉത്സവമായി, നല്ല മഹോത്സവമായി മാറുന്ന തരത്തിലേക്ക് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതിപുരാതന ഒരു ക്ഷേത്രമാണ് നടക്കൽ വരിഞ്ഞം ഊഴേക്കോട്ട് ഇളയപ്പൻ ക്ഷേത്രം. ഈ ക്ഷേത്രം വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ഭഗവാൻ ഈ നാട്ടിലേക്ക് വന്ന് നമ്മുടെ ചിലക്കൂർ പ്രദേശത്ത് അവിടെ ഒരു വീട്ടിൽ വരികയും ആ വീട്ടിൽ നിന്നും ആദരവ് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഉള്ളതായ ആൾക്കാരെയും കൂട്ടി ഇവിടുത്തെ മഠത്തിലേക്ക് വരികയും മഠത്തിൽ നിന്നും പോറ്റി ആളിനെ കൂട്ടി വിട്ട് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. പിന്നെ പ്രശ്നാവശാലൊക്കെയാണ് അദ്ദേഹം ഭഗവാനായിരുന്നു എന്നും കുളിക്കാൻ ഇറങ്ങിയ അവസരത്തിൽ അദ്ദേഹത്തെ കാണുന്നില്ല. അപ്പോഴത്തേക്ക് അദ്ദേഹം ഭഗവാനായിരുന്നു എന്നും ഈ ഇളയപ്പൻ ഇപ്പം സ്ഥിതി ചെയ്യുന്നതായ ഈ പ്രദേശത്ത് കല്ലുവാതിക്കൽ വിശാലമായൊരു പാറയുണ്ടായിരുന്നു. ആ പാറയുടെ വടക്ക് വശത്തായി അദ്ദേഹത്തിനെ കുടിയിരുത്തണം എന്നുള്ളതായ അശരീരി ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഈ പ്രദേശത്ത് കല്ലുവാതിക്കലിൻ്റെ നടക്കൽ വരിഞ്ഞം പ്രദേശത്ത് ഈ 5 കരക്കാരുടെ ക്ഷേത്രമായി ഇവിടെ ക്ഷേത്രം പണിഞ്ഞ് അദ്ദേഹത്തെ കുടിയിരുത്തുകയും ചെയ്തു. പിന്നെ അതിന് 1 കരക്കാർ കൂടി കൂട്ടിച്ചേർത്ത് 5 കരക്കാരാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഭരണം നിർവഹിക്കുന്നത്. 15 വർഷമായിട്ട് ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റായി എന്നെ തിരഞ്ഞെടുക്കുകയും അങ്ങനെ 15 വർഷമായി ഇതിന്റെ പ്രവർത്തനങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്ന കമ്മിറ്റികളാണ് ഈ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലം, നാലമ്പലം, കൊടിമരം, ആനക്കൊട്ടില്, ശിവേലിപ്പാത, കുളം, ഓഫീസ് കെട്ടിടം, സ്റ്റേജ് ഉൾപ്പെടെയുള്ളതായ പരിപാടികളെ ആസൂത്രണം ചെയ്തുകൊണ്ട് അത് പണിയിച്ച് ഇത് പൂർത്തീകരിച്ചിട്ടുള്ളത്. ആനക്കൊട്ടിൽ ഉൾപ്പെടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്
അതെല്ലാം നാട്ടുകാരുടേതായ സഹായ സഹകരണങ്ങൾ കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ ക്ഷേത്രത്തിന്റെ ഉന്നതിക്ക് വേണ്ടി നാട്ടുകാരുടെ സഹകരണത്തോടി ഇനിയും ഞങ്ങൾ പല കാര്യങ്ങളും ആസൂത്രണം ചെയ്തു വരുന്നുണ്ട്. ഇനി പ്രധാനമായി വരേണ്ടത് നമുക്ക് ഓഡിറ്റോറിയമാണ്. ആ ഓഡിറ്റോറിയത്തിന്റെ പണിക്കായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയാണ്. അത് ഈ വർഷം തന്നെ ഓഡിറ്റോറിയവും സത്യാലയവും പണി ആരംഭിക്കും. നമസ്കാരം. ഉത്സവ കമ്മിറ്റി കൺവീനർ എന്ന നിലയിൽ ഇന്ന് തുടങ്ങി ഏപ്രിൽ 15 അവസാനിക്കുന്ന ബൃഹത്തായ സാംസ്കാരിക മൂല്യം ഉൾപ്പെടുന്ന ബൃഹത്തായ പരിപാടികളാണ് ഉത്സവ കമ്മിറ്റി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് തന്നെ പരിപാടി ആരംഭിച്ചത് ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പോട് കൂടി. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ അശരണർക്കും സൗജന്യമായ കൺസൾട്ടേഷനും സൗജന്യമായ മരുന്നുകളും ഇവിടുന്ന് ലഭ്യമാക്കുന്ന രീതിയിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് അറേഞ്ച് ചെയ്തത്. രണ്ടാമതായി കമ്മിറ്റിയിലെ വിവിധ ആൾക്കാർ വിവിധ സ്ഥലങ്ങളിൽ പോയി നേരിട്ട് കണ്ട് അനുഭവ സാക്ഷ്യമുള്ള സാമൂഹിക പ്രസക്തിയുള്ള കലാ ആസ്വാദകരടങ്ങുന്ന ഒരു സംഘം ബുക്ക് ചെയ്ത നാടകങ്ങളും നൃത്തശില്പങ്ങളും നമ്മുടെ സമീപപ്രദേശത്തുള്ള വിദ്യാർത്ഥിനിയായ രുദ്രയുടെ ഓട്ടംതുള്ളൽ, കഥകളി, ഏറ്റവും അവസാന ദിവസം തെക്കൻ കേരളത്തിൽ ഇതംപ്രഥം ആദ്യമായാണെന്ന് എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ മെഗാ ലൈറ്റ് ഷോ, ബിഗ് ബഡ്ജറ്റ് 11-28 ശുഭമുഹൂർത്തത്തിൽ കൊടിയേറി ഏപ്രിൽ 11 രാത്രി 10 മണിക്ക് മുമ്പ് അവസാനിക്കുന്ന രീതിയിലാണ് ഉത്സവം ക്രമീകരിച്ചത്. എല്ലാ ദിവസവും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഉത്തരവ് പാലിക്കുന്ന രീതിയിൽ 10 മണിക്കകം പരിപാടികൾ തീരുന്ന രീതിയിലാണ് പരിപാടികൾ കലാ ആസ്വാദകർക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന വിവരം സസന്തോഷം അറിയിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ തുടർച്ചയായുള്ള അന്നദാനങ്ങൾക്ക് തന്നെ നമ്മൾ മാതൃകയായിരിക്കുകയാണ്. തുടക്കം തുടങ്ങുന്ന ദിവസം മുതൽ തന്നെ സമീപ പ്രദേശമുള്ള അനാഥാലയങ്ങളിലേക്ക് അന്നദാനം കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇവിടെ ആരംഭിക്കുന്നത്. അങ്ങനെ അശരണനായവർക്കും സാമൂഹിക പ്രതിബദ്ധത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു സമൂഹത്തിന്റെ ഒരു നാടിന്റെ ഉന്നമനത്തിനായി ഉത്സവം സംഘടിപ്പിക്കുക എന്ന ഒരു ഉദ്യമമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ആ ഉദ്യമത്തിന്റെ വിജയത്തിനായി നല്ലവരായ എല്ലാ സജ്ജനങ്ങളുടെയും ആശീർവാദവും അനുഗ്രഹവും സഹകരണവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. Thank you.